സ്റ്റഡി ബോർഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ബികോം കോപ്പറേറ്റീവ് സ്പെഷ്യലൈസേഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ അവസാന വർഷം കോപ്പറേറ്റീവായിട്ട് ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, കോപ്പറേറ്റീവ് നിയമങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ടാവും. അത് PG ലെവൽ കുട്ടികൾക്കുണ്ടാവും. അതുകൂടാതെ PSC, ഈ പറഞ്ഞ സ്പെഷ്യലൈസേഷൻ കോപ്പറേഷനിൽ വന്ന വിദ്യാർത്ഥികൾക്ക് PSC എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ അവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ സ്വതവേ എടുക്കുന്ന പോലെ ഇന്ന കാറ്റഗറി ഓഫ് വിദ്യാർത്ഥികൾ എന്നുള്ളതല്ല. PSC ആവാം, അതിപ്പോൾ ബികോം ലെവൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടുപേർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇവിടെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ക്ലാസ്സിൻ്റെ ടോപ്പിക്ക്. അതായത് കോപ്പറേറ്റീവ് നിയമങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ. സമഗ്രമായൊരു ക്ലാസ് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് നോട്ടുകൾ ആവശ്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ബന്ധപ്പെടുക, നോട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് നിയമങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ PSC ലെവലിൽ ഇപ്പം വല്ല അക്കൗണ്ടൻ്റ് ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, കേരള ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ നിങ്ങൾക്ക് അക്കൗണ്ടൻറ്റിൻ്റെ ഒക്കെ എക്സാമിനേഷൻസ് വരികയാണെങ്കിൽ, അപ്പോൾ കോപ്പറേഷൻ സ്പെഷ്യലൈസേഷൻ ചോദിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ നിങ്ങളുടെ സിലബസിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക ക്ലാസ് കാണുന്നതിന് മുൻപായിട്ട്. ഓക്കെ, അതായത് കോപ്പറേറ്റീവ് നിയമങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ PSC എഴുതുന്ന വിദ്യാർത്ഥികളാകുന്ന നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ഇനിയും പറയുന്നില്ല, കോപ്പറേറ്റീവ് നിയമങ്ങളാണ്. അപ്പോൾ അതിൽ എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ അത് എങ്ങനെയാണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇന്ത്യയിൽ ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്, അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം അല്ലെങ്കിൽ ചരിത്രത്തിൽ എങ്ങനെയാണ് അത് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കോപ്പറേറ്റീവ് നിയമം എന്ന് വെച്ചാൽ നിങ്ങൾ മറന്നു പോകരുത്, 1904, അത് 1904 ആക്ട് ഉണ്ട്, കോപ്പറേറ്റീവ് ആക്ട്. അതാണ് ആദ്യത്തെ നിയമമായിട്ട്. അത് ബ്രിട്ടീഷുകാരുള്ള കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള നിയമമാണ്. പിന്നെ ആക്ട് ഓഫ് 1912 ഉണ്ട്, 1912 ഒരു നിയമമുണ്ട്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് കോപ്പറേഷൻ ആസ് പ്രൊവിഷണൽ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ഓഫ് കോപ്പറേഷൻ ആസ് പ്രൊവിഷണൽ സബ്ജക്ട് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെസൊല്യൂഷൻ 1956, മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽ 1957, മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽ 1991 ബൈ പ്ലാനിംഗ് കമ്മീഷൻ, ട്രെൻഡ് ടുവേർഡ്സ് പാരലൽ കോപ്പറേറ്റീവ് ലോസ്, ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1995, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 ആൻഡ് ഇറ്റ്സ് റീപ്ലേസ്മെൻറ്റ് ഇൻ 2002, evolution of cooperative legislation in Kerala and enactment of Kerala Cooperative Societies Act 1969. അപ്പോൾ 1904 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കോപ്പറേറ്റീവ് നിയമം നിലവിൽ വരുന്നത് എന്നുള്ളതാണ്. പിന്നീട് ആ നിയമം 1912 മാറ്റങ്ങളോടുകൂടി പുതിയ നിയമം വന്നു എന്നുള്ളതാണ്. അതിന് ശേഷം പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഈ കോപ്പറേറ്റീവ് നിയമങ്ങളിൽ ഒരു നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെസൊല്യൂഷൻ 1956 നിലവിൽ വന്നു എന്നുള്ളതാണ്. പിന്നെ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബില്ല് 1957 വന്നു. മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ബില്ല് 91 പിന്നെ അത് മാറ്റങ്ങളോടുകൂടി വന്നു, പ്ലാനിംഗ് കമ്മീഷൻ്റെ മാറ്റങ്ങളോടുകൂടി. പിന്നെ പാരലൽ കോപ്പറേറ്റീവ് ലോകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നു. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 നിലവിൽ വന്നു. പിന്നെ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വന്നത് 2002 84 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്, അതായത് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രാവർത്തികമാകുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 1984 നിലവിൽ വരുന്നത്. അതിന് റീപ്ലേസ്മെൻറ്റ് വരുന്നത് 2002. എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള ആൻഡ് എനാക്ട്മെൻറ്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നിയമങ്ങളായിട്ട് പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് തന്നെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, കോപ്പറേറ്റീവ് നിയമങ്ങളുടെ ലോകത്തിൽ തന്നെ ഒരു ചരിത്രമാണ് ഇവിടെ പറയുന്നത് ഈ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ ഇവിടുത്തെ വേർഡ് കോപ്പറേഷൻ എന്ന് വെച്ചാൽ കോപ്പറാറി എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വർക്കിംഗ് ടുഗദർ എന്നുള്ളതാണ്. കോപ്പറേഷൻ എന്ന വേർഡിൻ്റെ നമുക്കറിയാം, സഹകരണം എന്ന് പറഞ്ഞ വാക്കെന്താണ്, അന്യോന്യം സഹകരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് വർക്കിംഗ് ടുഗദർ, നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഇംഗ്ലണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ PSC ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാവുന്ന നേരത്ത്
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്ത്, ലോകത്തിൽ എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ എന്താണ് ബർത്ത് പ്ലേസ്, അതിൻ്റെ എന്താണ് ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്റർ, റോക്ക്ഡെയിൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണെന്നുള്ളത് നമ്മൾ എന്താണ് പഠിച്ചു കഴിഞ്ഞവർക്ക് അത് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ യൂറോപ്പിൽ വന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് എന്ത് കോപ്പറേറ്റീവ് മൂവ്മെന്റിന് ഒരു തുടക്കം കുറിക്കുന്നത്. കാര്യം ഫാക്ടറി ലെവലിൽ, അതായത് നമ്മളെന്താണ് മെഷീനറി വെച്ചിട്ട് എന്താണ് ഈ പ്രൊഡക്ഷൻ നടത്തുന്നതിലാണ് ഈ പറയുന്ന എന്ത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇംഗ്ലണ്ടിൽ എന്താണ് വളരെ ശക്തമായിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് അതിനുശേഷം തൊഴിലാളികളുടെ ചൂഷണങ്ങൾ കുറയ്ക്കുന്ന ഭാഗമായിട്ടുണ്ടായതാണ് ഈ പറയുന്ന കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. റോബർട്ട് ഓവൻ എന്ന് പറഞ്ഞ പേര് നിങ്ങൾ ഓർത്തു വെക്കുക. അദ്ദേഹമാണ് എന്ത് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് ആയിട്ട് കരുതുന്നത് എന്നുള്ളതാണ്. ദ ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് ആക്ട് വാസ് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റ് ഇൻ 1952. അതായത് ബ്രിട്ടീഷ് പാർലമെന്റ് എന്താണ് ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് ആക്ട് പാസ് ചെയ്തു. ഓക്കെ, അതാണ് എന്ത് ആദ്യത്തെ തന്നെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആയിട്ട് കരുതുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് ആക്ട് ഓഫ് 1852, 1852. 1852 ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് ആക്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആദ്യത്തെ കോപ്പറേറ്റീവ് നിയമമായിട്ട് പറയുന്നത്. ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് ആക്ട് ഓഫ് 1850. ഇനി എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അതായത് നമ്മുടെ നിലവിൽ ഇന്ത്യയിൽ ഉള്ള കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ്റെ എവല്യൂഷൻ, അതിൻ്റെ എന്താണ് എങ്ങനെയാണ് അത് ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളതാണ്. Cooperative movement in India was introduced by the government policy. It was under certain patent circumstances like famine, poverty, exploitation and indebtedness, which lead to the introduction of new idea by the Indian government like cooperation. അതായത് ഇന്ത്യയിലുള്ള സിറ്റുവേഷൻ നമുക്കറിയാം. ഇടക്കാലത്ത് വെച്ച് ഒരു മധ്യകാലം മുതൽ എന്താണ് ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായിട്ട് ഒരു വലിയൊരു പോപ്പുലേഷൻ എന്താണ് ദാരിദ്ര്യത്തിലേക്ക് വീണുപോയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഫാമിൻ, അതായത് എന്താണ് നമുക്ക് ഈ പറയുന്ന ക്ഷാമം വരിക, പോവർട്ടി ദാരിദ്ര്യം, പിന്നെ ചൂഷണങ്ങൾ, കാര്യം പണക്കാരനും പാവപ്പെട്ടവരും നമ്മൾ അന്തരം കൂടി വരിക, അങ്ങനത്തെ പല സിറ്റുവേഷൻസ് ഉണ്ടായപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്ന് ആൾക്കാരെ മോചിപ്പിക്കാനായിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടാക്കിയൊരു സംവിധാനമാണ് കോഓപ്പറേഷൻ എന്ന് വെച്ചാൽ. അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് ദ ഗവൺമെൻറ് ടുക്ക് വേരിയസ് ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ഫോർ ഇൻട്രൊഡക്ഷൻ ഫോർ കോഓപ്പറേഷൻ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് കോഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ആശയം, ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരാനായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് എന്താണ് പുതിയ നിയമങ്ങൾ പാസ്സാക്കി എന്നുള്ളതാണ്. ദ ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് ഓഫ് 1879, ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് 1879 എന്താണ് ആദ്യത്തെ ഒരു നിയമങ്ങളിൽ ഒന്നാണ്. ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇതിനെന്താണ് സഹായകമായിട്ടുള്ള നിയമങ്ങളൊന്നാണ് ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് 1879 എന്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന വർഷമെന്ന് വെച്ചാൽ. ദ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് ഓഫ് 1883, അതായത് 1883 ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട്. അപ്പോൾ അത്തരമൊരു ആക്ട് എന്നാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ നിന്നാണ് മുന്നോടിയായിട്ട് വന്നിരിക്കുന്ന ഒരു നിയമമാണ്. പിന്നെ അഗ്രികൾച്ചറൽ ലോൺ ആക്ട് ഓഫ് 1884, അതായത് 1884 അഗ്രികൾച്ചറൽ ലോൺ ആക്ട്, അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. വെയർ സം ഓഫ് ദ മേജർ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ഇനീഷ്യേറ്റഡ് ബൈ ദ ഇന്ത്യൻ ഗവൺമെൻറ്. ഇതൊക്കെ എന്താണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്ത മേജർ എന്താണ് ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് മെഷേഴ്സാണ്, നിയമ നടപടികൾ, അല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങളാണ്. ദ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ആക്ട് ഓഫ് 1883 ആൻഡ് അഗ്രികൾച്ചർ ലോൺ ആക്ട് ഓഫ് 1884 ടുഗദർ നോൺ ആസ് ടക്കാവി ലോസ് ഇൻ 1885. അതായത് ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ആക്ട്, അതുകൂടാതെ അഗ്രികൾച്ചർ ലോൺ ആക്ട്. അപ്പോൾ ഇത് 83 ഇത് 84 1880 കഥയാണ് പറയുന്നത്. അപ്പോൾ ആ നിയമങ്ങൾ രണ്ടും കൂടി സംയോജിപ്പിച്ചിരുന്നാണ് ടക്കാവി ലോസ് എന്ന് പറഞ്ഞിട്ട് 85 പാസ്സാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് ഈ പറയുന്ന പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഗവൺമെൻറ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അത് ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ എത്രമാത്രം എഫക്റ്റീവായിട്ട് അവരെ ചെയ്തു എന്ന് നമുക്ക് എന്താണ് പറയാൻ സാധിക്കില്ല. എന്നാലും ഇത്തരം നിയമങ്ങളുണ്ട്. അതെന്താണ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ്റെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, അതായത് ഇന്ത്യൻ്റെ ഈ പറയുന്ന ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യകാല നിയമങ്ങളായിട്ട് ഉള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് നീഡ് ഫോർ പ്രൊവൈഡിങ് ചീപ്പ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ദ ഫാമേഴ്സ്, ദ ഐഡിയ ഓഫ് സ്റ്റാർട്ടിങ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ 1892. അതായത് ചീപ്പ് ക്രെഡിറ്റ്, അതായത് എന്താണ് വളരെ ലോൺ ഇൻട്രസ്റ്റ് കുറവുള്ള കടങ്ങൾ ഈ ഫാർമേഴ്സിന് കൊടുക്കാനായിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഐഡിയ 1892 തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ദ മദ്രാസ് ഗവർണർ സർ ലോർഡ് വെൻലോക്ക്, അതായത് അന്നത്തെ കാലത്ത് 1892 കാലഘട്ടങ്ങളിൽ മദ്രാസ് ഗവർണറായിരുന്ന സർ ലോർഡ് വെൻലോക്ക് എന്നാണ് അപ്പോയിൻറ്റ് സർ ഫെഡറിക് നിക്കൾസൺ. അപ്പം ഈ സർ ലോർഡ് വെൻലോക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ മദ്രാസ് ഗവർണർ ആരെ അപ്പോയിൻറ്റ് ചെയ്തെന്ന് വെച്ചാൽ സർ ഫെഡറിക് നിക്കൾസൺ എന്ന് പറഞ്ഞ വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ ഈ വ്യക്തിയുടെ പേര് നിങ്ങൾ പ്രത്യേക ഓർത്ത് വെക്കുക, ഫെഡറിക് നിക്കൾസൺ.
ഈ വ്യക്തിയാണ് ഇന്ത്യയിൽ ഫാദർ ഓഫ് കോപ്പറേഷൻ ആയിട്ട് അറിയപ്പെടുന്നത്. ഫെഡറിക് നിക്കോൾസൺ ആണ് ഫാദർ ഓഫ് കോപ്പറേഷൻ ആയിട്ട് അറിയപ്പെടുന്നത്. ഫോർ സ്റ്റഡിയിങ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ യൂറോപ്യൻ കൺട്രീസ് ഇൻ 1892. അപ്പോൾ ഈ ഫെഡറിക് നിക്കൽസൺ അന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം യൂറോപ്പിൽ പോയിട്ട് അന്ന് അവിടെ തുടങ്ങിയിരുന്നത് ഈ 1800-കളിലാണ്. അതായത് 19-ാം നൂറ്റാണ്ടിലാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ലോകമെമ്പാടും തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ കാലത്ത് തന്നെ അത് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണമായതുകൊണ്ടാണ്. കാര്യം അവരിലേക്ക് വന്നൊരു ആശയം അവരിവിടെ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ 1985, അതായത് in 1895 ഇത് ഫെഡറിക് നിക്കൽസൺ സബ്മിറ്റ് ഹിസ് റിപ്പോർട്ട് അണ്ടർ ദ ഹെഡ് ഓഫ് ഫൈൻഡ് റെഫേസൺ. അതായത് റെഫേസൺ എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ജർമ്മനോ ഇംഗ്ലണ്ടോ ആരോ ആണ്. അപ്പോൾ അദ്ദേഹം ഈ റെഫേസൺ ഒറിജിനൽ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഫേസൺ ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തുടക്കകാലത്തുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ റെഫേസൺ ചെയ്ത കാര്യങ്ങളും ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സെക്കൻഡ് റിപ്പോർട്ട് സബ്മിറ്റഡ് ഇൻ 1899, 1899 രണ്ടാമത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഇന്ത്യയിൽ നമ്മളിവിടെ ഈ പറയുന്ന ഫെഡറിക് നിക്കൽസൺ ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മിസ്റ്റർ എച്ച് ഡൂപ്പർനിക്സ് ഇൻ ഹിസ് ബുക്സ് പീപ്പിൾ ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ in 1900 experience based on Italy included scheme for setting up cooperative society. അതായത് ഒരു വ്യക്തി എച്ച് ഡ്യൂപ്പർനിക്സ് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട് പീപ്പിൾസ് ബാങ്ക് ഓഫ് ഫോർ നോർത്തേൺ ഇന്ത്യ. അത് ഇറക്കിയിരിക്കുന്ന 1900-ലാണ്. അപ്പോൾ ആ ഒരു ബുക്കിൽ അത് ഈ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സെറ്റപ്പ് ചെയ്യാൻ സഹായകമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ ഇന്ത്യ ഇൻ 1900, അതായത് 1900 ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് 3 ഫാമിൻ കമ്മീഷൻ. അന്ന് ഒരുപാട് ഈ പറഞ്ഞ ഇന്ത്യയിൽ ഈ ക്ഷാമം വന്നിട്ട് ആൾക്കാരും മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ പട്ടിണി വെച്ചാൽ ക്ഷാമം മൊത്തത്തിൽ നാടിന് മൊത്തം ഫുഡ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഫാമിൻ കമ്മീഷൻ ആരെ അപ്പോയിൻറ്റ് ചെയ്ത് ബ്രിട്ടീഷുകാർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് റിപ്പോർട്ട് സബ്മിറ്റഡ് ഇൻ 1901 ഓൾസോ, അതായത് 1901-ലാണ് അതിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതും. ഓൾസോ റെക്കമെൻഡഡ് ദ സെറ്റിംഗ് അപ്പ് ഓഫ് എ മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ. ഒരു മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ്റെ ഒരു സെറ്റപ്പിന് അന്ന് മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫെഡറിക് നിക്കോൾസൺ റിപ്പോർട്ട്, അതുകൂടാതെ ഫാമിൻ കമ്മീഷൻ റിപ്പോർട്ട്, അതുകൂടാതെ എച്ച് ഡ്യൂപ്പർനിക്സിൻ്റെ ഒപ്പീനിയൻ അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് അന്നത്തെ വൈസ്രോയ് ആയിരുന്ന ലോർഡ് കേഴ്സൺ. ഈ റിപ്പോർട്ടുകളും ഈ ഡ്യൂപ്പർനിക്സിൻ്റെ ഒപ്പീനിയനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫാമിൻ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഹി അപ്പോയിൻറ്റഡ് എ കമ്മിറ്റി അണ്ടർ ചെയർമാൻഷിപ്പ് ഓഫ് സർ എഡ്വേർഡ് ലോ വിത്ത് ഫെഡറിക് നിക്കോൾസൺ ആൻഡ് ഡ്യൂപ്പർനിക്സ് ആസ് മെമ്പേഴ്സ് ഇൻ 1901. അപ്പോൾ 1900 കഴിഞ്ഞ് 1901 ആകുമ്പോഴേക്കും അന്നത്തെ വൈസ്രോയ്, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന അന്നത്തെ വൈസ്രോയ് വൈസ്രോയ് ലോർഡ് കെർസൺ. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയിൽ എഡ്വേർഡ് ലോ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ എന്ന് വെച്ചാൽ. അപ്പോൾ അതിന് കൂടെ ഈ നിക്കൽസണും ഈ ഡ്യൂപ്പർനിക്സും മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ഫോർ ദ ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആൻഡ് കമ്മിറ്റി പ്രിപ്പയർഡ് എ ഡ്രാഫ്റ്റ് സ്കീം. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഒരു കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഫോം ചെയ്യാനും പിന്നെ ഒരു ഡ്രാഫ്റ്റ് സ്കീം പ്രിപ്പയർ ചെയ്യാനും. ആൻഡ് ബിൽ വാസ് പാസ്ഡ് ഓൺ 25 മാർച്ച് 1904. അതായത് 25 മാർച്ച് 1904 ഈ ഒരു ബില്ല് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഓർ ഇന്ത്യ ആക്ട് എക്സ് ഇൻ 2004 വാസ് പാസ്ഡ്. അപ്പോൾ ആദ്യത്തെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് 1904 ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. ടോട്ടൽ 29 സെക്ഷൻസ് അതിലുണ്ടായിരുന്നു, ഓർത്ത് വെക്കുക. അപ്പോൾ ആദ്യ ആക്ട് 1904 ടോട്ടൽ എത്ര ഉണ്ട്? 29 സെക്ഷൻസ് അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആദ്യത്തെ ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായിരിക്കുന്ന കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പ്രത്യേകതകൾ, അതിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മളോട് നോക്കുന്നത്. കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 25 മാർച്ച് 1904. 1904 മാർച്ച് 25 നമ്മുടെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 നിലവിൽ വരുന്നത്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. ഇന്ത്യയിൽ ആദ്യത്തെ കോപ്പറേറ്റീവ് നിയമമാണ്, ആദ്യത്തെ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടും കൂടിയാണ്. ആക്ട് നമ്പർ 10 ഇതിൻ്റെ വരുന്നത്. 29 സെക്ഷനാണുള്ളത്. മിനിമം 10 persons റിക്വയർഡ് ടു ഫോം എ സൊസൈറ്റി. ഈ ഒരു ആക്ട് പറഞ്ഞത് മിനിമം 10 പേരെങ്കിലും ഒരു സൊസൈറ്റി തുടങ്ങാൻ വേണം എന്നുള്ളതാണ്. ഓൺലി ക്രെഡിറ്റ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് ആസ് പെർ ദിസ് ആക്ട്. കടം കൊടുക്കുന്ന സൊസൈറ്റികൾ മാത്രമേ ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ദിസ് ആക്ട് വാസ് ബേസ്ഡ് ഓൺ ദ ഇംഗ്ലീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ഓഫ് 1896. ഇംഗ്ലീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896 പ്രകാരമാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നുള്ളതാണ്. The object of the act as stated in the preamble was to encourage thrift, self-help and cooperation among agriculturists, artisans and persons of limited means. അതായത്
വളരെ എന്താണ് ഈ സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ആൾക്കാർ എന്താണ് അവർക്കിടയിൽ തേഫ്റ്റ് ഒരു സെൽഫ് ഹെൽപ്പ് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ളൊരു ഊർജ്ജം നൽകാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത് ഈ ഒരു ആക്ട് 1904 വന്നത് എന്നാണ് പറയുന്നത്. The introduction of the Cooperative Credit Societies Act of 1904 was turning point in the economic and social history of India. ഹെൻറി ഡബ്ല്യു വുൾഫ് പറഞ്ഞ കാര്യമാണ്. ഈ ഒരു ആക്ട് വന്നതെന്നാണ് ഇന്ത്യൻ്റെ ഈ പറയുന്നതാണ് സാമ്പത്തികമായിട്ടും എന്താണ് സാമൂഹികമായിട്ടും വലിയൊരു വഴിത്തിരിവിന് വെച്ചൊരു ആക്ടാണ് 1904 ഈ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ആക്ട് വാസ് ദ വേ ഫ്രം പോവർട്ടി ടു പ്ലെൻറ്റി അക്കോർഡിംഗ് ടു സർ ഡാനിയൽ ഹാമിൽട്ടൺ. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ഈ ഒരു ആക്ട് എന്താണ് പോവർട്ടിയിൽ നിന്ന് പ്ലെൻറ്റിയിലേക്ക്, അതായത് ദാരിദ്ര്യത്തിൽ നിന്ന് എന്താണ് ഉന്നമനത്തിലേക്ക് ആൾക്കാരെ നയിച്ചൊരു ആക്ടാണ് ഇതെന്നാണ് സർ ഡാനിയൽ ഹാമിൽട്ടൺ പറഞ്ഞത് എന്നുള്ളതാണ്. സൊസൈറ്റീസ് വെയർ ക്ലാസിഫൈഡ് ആസ് അർബൻ ആൻഡ് റൂറൽ. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം അർബൻ എന്താണ് സൊസൈറ്റീസ് എന്നും റൂറൽ സൊസൈറ്റീസ് എന്നും എന്താണ് അല്ലെങ്കിൽ എന്താണ് ക്ലാസിഫൈ തരം തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഗ്രാമീണ മേഖലക്കുള്ള ആക്ട് എന്താണ് സൊസൈറ്റികളും അല്ലെങ്കിൽ നഗര മേഖലകൾക്കുള്ള സൊസൈറ്റികളും. ദ റൂറൽ സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആൻഡ് ലയബിലിറ്റി ഓഫ് അർബൻ സൊസൈറ്റി വാസ് ലെഫ്റ്റ് ടു ദെയർ ഓപ്ഷൻ. അപ്പോൾ റൂറൽ സൊസൈറ്റികൾ എന്താണ് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. അപ്പോൾ സൊസൈറ്റിക്ക് എന്തുണ്ടാവുന്ന ലയബിലിറ്റിയും അതിൻ്റെ മെമ്പേഴ്സ് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. മറ്റേതിന് ഓപ്ഷൻ ആയിരുന്നു, വേണമെങ്കിൽ അൺലിമിറ്റഡ് ആവാം അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആവാം എന്നുള്ളതാണ്. The introduction of the Cooperative Societies Act of 1904 was a turning point in economic social. അത് ഹെൻറി വുൾഫ് പറഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ദ ലോൺസ് വെയർ ഗിവൺ ടു ബേസിസ് ഓഫ് പേഴ്സണൽ സെക്യൂരിറ്റി. നമ്മുടെ വ്യക്തിപരമായി വെക്കുന്ന ഇപ്പോൾ ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ വെച്ചിട്ടായിരിക്കും എന്ത് നമ്മൾ ലോണുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. വൈഡ് പവേഴ്സ്, അത് ഒരുപാട് പവേഴ്സ് ആർക്ക് കൊടുത്തിട്ടുണ്ട്, രജിസ്ട്രാർക്ക് ഈ ഒരു ആക്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ദ ചീഫ് ഒബ്ജക്റ്റ് ഓഫ് എ സൊസൈറ്റി വുഡ് ബി ടു റേസ് ഫണ്ട്സ് ബൈ ഡെപ്പോസിറ്റേഴ്സ് ഫ്രം ദ മെമ്പേഴ്സ് ആസ് വെൽ ആസ് ലോൺസ് ഫ്രം നോൺ മെമ്പേഴ്സ്, government and other cooperative societies, and to distribute loans to members or with the permission of these funds as the registrar. അതായത് മെമ്പർമാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡെപ്പോസിറ്റുകളും അല്ലെങ്കിൽ എന്താണ് മറ്റ് നോൺ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കയ്യിൽ നിന്നോ വാങ്ങുന്ന പൈസ എന്താണ് ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇത് മറ്റ് മെമ്പേഴ്സിന് ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നൊരു ഇൻട്രസ്റ്റ് വാങ്ങുക എന്നുള്ളതാണ്. The Cooperative Credit Society in each province were to be under control and administration of the registrar. എല്ലാ സൊസൈറ്റിയും രജിസ്ട്രാറിൻ്റെ അണ്ടറിലായിരിക്കും ഉണ്ടാവുക. അത് ഓരോ പ്രൊവിൻസിൽ ഓരോ രജിസ്ട്രാർ ഉണ്ടാവുന്നുള്ളൂ. ഇന്ന് സ്റ്റേറ്റ് പോലെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്രൊവിൻസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മദ്രാസ് പ്രൊവിൻസ് അല്ലെങ്കിൽ എന്താണ് കൊൽക്കത്ത പ്രൊവിൻസ്, ബോംബെ പ്രൊവിൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് ദ അക്കൗണ്ട്സ് ഓഫ് ദ സൊസൈറ്റീസ് വെയർ ടു ബി ഓഡിറ്റഡ് ബൈ ദ രജിസ്ട്രാർ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യും ആര്, രജിസ്ട്രാർ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ. 4/5 of the members of rural societies were to be agriculturalists and of urban societies non-agriculturalists. അതായത് ഗ്രാമീണ മേഖലകളിലുള്ള സൊസൈറ്റികളുടെ 4/5 അതായത് 80% മെമ്പേഴ്സും അഗ്രികൾച്ചറലിസ്റ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് എന്താണ് കൃഷിക്കാരായിരിക്കണം. ഇനിയിപ്പോൾ ഗ്രാമീണ മേഖല അല്ലാത്ത നഗരമേഖല ആകുമ്പോൾ എന്താണ് 80% ആൾക്കാർ എന്താണ് നോൺ അഗ്രികൾച്ചറലിസ്റ്റ് ആയിരിക്കണം, എന്താണ് കൃഷിക്കാരാവരുത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി റൂറൽ സൊസൈറ്റീസ് വേർ ടു ബി ഓർഗനൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. പിന്നെ എന്താണ് ലയബിലിറ്റി ഓഫ് അർബൻ സൊസൈറ്റി, അത് ലിമിറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ പോയിന്റുകൾ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ തന്നെ. റൂറൽ സൊസൈറ്റിയുടെ കേസിൽ എന്താണ് ഡിവിഡൻസ് വെയർ നോട്ട് ടു ബി പെയ്ഡ് ടു ദ മെമ്പേഴ്സ് എന്നുള്ളതാണ്. അതായത് മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കില്ല റൂറൽ സൊസൈറ്റീസിൽ. ഓക്കെ, ദ കേസ് ഓഫ് റൂറൽ സൊസൈറ്റീസ് ഇൻ ദ കേസ് ഓഫ് റൂറൽ സൊസൈറ്റീസ് ദ സർപ്ലസ് വേർ ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ റിസർവ് ഫണ്ട്. അപ്പോൾ അതായത് ലാഭം കിട്ടുന്നത് മെമ്പേഴ്സിന് വീതിച്ചു കൊടുക്കാതെ അത് റിസർവിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇറ്റ് ഗിവ്സ് ലീഗൽ പ്രൊട്ടക്ഷൻ ഓൺലി ടു ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് 1900 ആക്ട് ലീഗൽ പ്രൊട്ടക്ഷൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വെയർ ക്ലാസിഫൈഡ് ആസ് അർബൻ ആൻഡ് റൂറൽ. കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ അർബനും റൂറലായിട്ടാണ് ക്ലാസിഫൈ ചെയ്ത്. രജിസ്ട്രാർ ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ഓഡിറ്റ് എന്താണ് ദ അക്കൗണ്ട്സ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ എന്നുള്ളതാണ്. നെക്സ്റ്റ്, എ മെമ്പർ ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി cannot transfer any shares held by him or his interest in the capital of society unless. അതായത് എന്താണ് ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ മെമ്പേഴ്സിന് എന്താണ്
സൊസൈറ്റി ഉണ്ടാക്കുന്ന എല്ലാ ബാധ്യതകളും മെമ്പേഴ്സിനും കൂടി വരുന്നതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി വരുന്നത്. അപ്പോൾ അത്തരം കേസുകളാണെങ്കിൽ ഷെയർ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അൺലെസ് ഈ ഹാസ് ഹെൽഡ് ദാറ്റ് ഷെയർ ഫോർ അറ്റ്ലീസ്റ്റ് 1 year, ഒരു വർഷമെങ്കിലും ആ ഷെയർ വെക്കുകയാണെങ്കിൽ കൈമാറ്റം ചെയ്യാം. ട്രാൻസ്ഫർ ആൻഡ് ചേഞ്ച് ആർ മെയ്ഡ് ടു ദ സൊസൈറ്റി ഓർ ടു എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ഒന്നുകിൽ സൊസൈറ്റിക്ക് വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ തന്നെ മറ്റൊരു മെമ്പർക്കും ഷെയർ വാങ്ങാം എന്നുള്ളതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഡ്രോബാക്സ് ആണ്. അതായത് 1904 ആക്ടിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മെക്ലാഗൻ കമ്മിറ്റി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പോരായ്മകൾ കണ്ടെത്താനായിട്ട്. സ്റ്റേറ്റഡ് ദാറ്റ് ദ മൂവ്മെൻറ്റ് ഡിഡ് നോട്ട് ടേക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൂവ്മെൻറ്റ് അത് ലോങ് ലാസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. അതിൻ്റെ മെമ്പേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അത് മുന്നോട്ടേക്ക് പോയില്ല എന്നുള്ളതാണ്. There was no provision for the formation of central agency for financing primaries എന്നുള്ളതാണ്. അതായത് ഒരു സെൻട്രൽ ഏജൻസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം, അതായത് ഇതെല്ലാം നിയന്ത്രിക്കാൻ ഒരു സെൻട്രൽ ഏജൻസി വേണമല്ലോ, അതില്ലാതെ പോയി എന്നുള്ളതാണ്. നോ പ്രൊവിഷൻ ഇൻ ദ ആക്ട് ഫോർ ദ ഓർഗനൈസേഷൻ ഓഫ് സൊസൈറ്റീസ് അതർ ദാൻ ക്രെഡിറ്റ്. അതായത് ക്രെഡിറ്റ് സൊസൈറ്റികൾ മാത്രമേ രൂപീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിയമമാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് വന്നു. മറ്റു തരം സൊസൈറ്റികളുണ്ട്, കൺസ്യൂമർ സൊസൈറ്റികളും ഹൗസിംഗ് സൊസൈറ്റി, അങ്ങനെ പലതുണ്ടല്ലോ, അതൊന്നും നോക്കിയില്ല. ഇറ്റ് ഡിഡ് നോട്ട് ഗീവ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു സൊസൈറ്റീസ് ഫോം ഫോർ പർപ്പസ് ഓഫ് അതർ ദാൻ ക്രെഡിറ്റ്. അല്ലെ, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സപ്ലൈക്കോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ അത്തരം സൊസൈറ്റികൾക്ക് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ഈ ഒരു ആക്ട് കൊടുത്തില്ല എന്നുള്ളതാണ്. ഓൺലി ക്രെഡിറ്റ് സൊസൈറ്റീസ് അലൗഡ് ടു രജിസ്റ്റർ എന്നുള്ളതാണ് നെക്സ്റ്റ് ഡ്രോബാക്ക്. ദർ വാസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ഇൻ റൂറൽ ആൻഡ് അർബൻ. അതും പോരായ്മയായിട്ടാണ് പറഞ്ഞത്. ഫിക്സിംഗ് ഓഫ് ലയബിലിറ്റി ടു സൊസൈറ്റീസ് ഫോംഡ് ഇൻ റൂറൽ ഏരിയാസ് അൺലിമിറ്റഡ് ആൻഡ് ലിമിറ്റഡ് ഇൻ അർബൻ ഏരിയാസ് ഇസ് നോട്ട് ലോജിക്കൽ. അതായത് റൂറൽ ഏരിയ, ഗ്രാമീണ മേഖലയിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റികളും നഗരമേഖലകളിൽ ലിമിറ്റഡ് ലയബിലിറ്റി വരുമ്പോൾ അത് ഇല്ലോജിക്കലാണ്. അപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളൂ. ഗ്രാമീണ മേഖലയിലുള്ള ആൾക്കാർക്ക് സൊസൈറ്റി തുടങ്ങാൻ താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് 1912 അത് 1912 രണ്ടാമത്തെ സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. മറ്റേത് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആയിരുന്നു. ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആണ്. ടു ഓവർകം ദ ഡിഫക്ട്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904, ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പാസ്ഡ് ഇൻ 1 March 1919. ആക്ട് നമ്പർ 2 ആണിത്. ടോട്ടൽ സെക്ഷൻ 50 സെക്ഷൻ, മറ്റൊരു 29 സെക്ഷൻ ആണെങ്കിൽ ഇവിടെ എത്രയാണ്, 50 സെക്ഷനാണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദ ഒബ്ജക്റ്റ് ഓഫ് ദ സൊസൈറ്റീസ് വെയർ ദ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. പിന്നെ ആൾക്കാരെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം തന്നെയാണ്. അതായത് മെമ്പേഴ്സിൻ്റെ മിനിമം നമ്പർ റിക്വയർഡ് ടു ഫോം സൊസൈറ്റി 10 തന്നെയാണ്. അവർക്ക് 18 വയസ്സാകുമ്പോൾ വേണം. സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയും ലിമിറ്റഡ്. റൂറൽ അർബൻ എന്നുള്ള ക്ലാസിഫിക്കേഷൻ മാറ്റി അൺലിമിറ്റഡ് ലയബിലിറ്റിയും ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. One member could have more than 20% of the total share capital in a limited liability society or hold shares exceeding ₹1,000. അതായത് അന്ന് 1000 രൂപ വലിയ തുകയാണ്. 1912 കാലഘട്ടമാണ്. 1000 എന്ന് വെച്ചാൽ അന്നത്തെ വലിയൊരു തുകയാണത്. അപ്പോൾ അത് 20% ഷെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വാങ്ങാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അത് എത്ര സൊസൈറ്റി, ലിമിറ്റഡ് സൊസൈറ്റികൾക്കായിരുന്നു അത്തരത്തിലുള്ളൊരു അനുവാദം കൊടുത്തത്. One member could have more than 20% of the total in a limited liability society. അപ്പോൾ അതേ പോയിന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഒന്ന് നമുക്ക് നോക്കിയാൽ മതി. ഇനി അടുത്ത ഫീച്ചർ സൊസൈറ്റീസ് വെർ പെർമിറ്റഡ് ടു റിസീവ് ഡെപ്പോസിറ്റ് ആൻഡ് ലോൺ ഈവൻ ഫ്രം നോൺ മെമ്പേഴ്സ്. അത് നോൺ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റും വാങ്ങാം, നമുക്ക് ലോണും കൊടുക്കുക എന്നുള്ളതാണ്. നോൺ മെമ്പേഴ്സ് ആണ്. മറ്റേത് ഡെപ്പോസിറ്റ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക. 1904 ആക്ടിൽ പറയുന്നത്. ദ ആക്ട് പ്രൊവൈഡഡ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് സെൻട്രൽ സൊസൈറ്റി. ഒരു സെൻട്രൽ സൊസൈറ്റി വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട് ആദ്യമായിട്ട്. അതായത് ഇതൊക്കെ നിയന്ത്രിക്കാൻ ഒരു സെൻട്രൽ സൊസൈറ്റി വേണമെന്ന് പറയുന്നുണ്ട്. ദ റെസ്ട്രിക്ഷൻസ് വെയർ ഇമ്പോസ്ഡ് ഓൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സൊസൈറ്റി ഫണ്ട്. സൊസൈറ്റിൻ്റെ ഫണ്ട് കൈകാര്യം ചെയ്യാൻ പല റെസ്ട്രിക്ഷൻസ് വേണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ദ രജിസ്ട്രാർ വാസ് ഗിവൺ വൈഡ് പവേഴ്സ് ഓഫ് കണ്ടക്ടിങ് ആൻ എൻക്വയറി ഇൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ, വർക്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് എ. അപ്പോൾ രജിസ്ട്രാർക്ക് ഒരുപാട് പവർ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എ സൊസൈറ്റി കുഡ് ബി ഇൻസ്പെക്റ്റഡ് ബൈ രജിസ്ട്രാർ. ഒരു സൊസൈറ്റി രജിസ്ട്രാർക്ക് ഇൻസ്പെക്ട് ചെയ്യാവുന്നതാണ് ഓൺ റിക്വസിഷൻ ബൈ ക്രെഡിറ്റർ. ക്രെഡിറ്ററിൻ്റെ ഒരു താല്പര്യപ്രകാരം ഇൻസ്പെക്ഷൻ ചെയ്യാം എന്നുള്ളതാണ് രജിസ്ട്രാർക്ക്.
കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വെർ ഗിവൺ അതോ പ്രയോറിറ്റി ഇൻ റിഗാർഡ് ടു റിക്കവറി ഓഫ് സർട്ടൻ ഡ്യൂ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അവരുടെ ലോണുകളൊക്കെ തിരിച്ചെടുക്കാൻ എന്താണ് ഈ പറയുന്ന ഒരു പ്രയോറിറ്റി കൊടുത്തു എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് ഓഫ് ഷെയർസ് ഇൻ ദ സൊസൈറ്റീസ് വെർ എക്സെംപ്റ്റഡ് ഫ്രം അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ സൊസൈറ്റിക്കുള്ള താല്പര്യങ്ങൾ എന്താണ് അറ്റാച്ച്മെൻറ്റിൽ നിന്നാണ് മാറ്റി വെച്ചു എന്ന്, അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു എക്സംഷൻ കൊടുത്തു എന്നുള്ളതാണ്. ഇറ്റ് മാറ്റേഴ്സ് ഓഫ് ലിക്വിഡേഷൻ ആൻഡ് ഫൈനൽ വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി ദ രജിസ്ട്രാർ വാസ് ഗിവൺ വൈഡ് പവേഴ്സ്. അതായത് ഒരു സൊസൈറ്റി അടച്ചുപൂട്ടുന്ന കാലത്ത് രജിസ്ട്രാർക്ക് വലിയ പവേഴ്സ്, വൈഡ് പവേഴ്സ് കൊടുത്തു എന്നുള്ളതാണ്. 904 912 സൊസൈറ്റീസിൻ്റെ ഡിഫറൻസുകളാണ്. അപ്പോൾ ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റാണ്, ഇത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ആ വ്യത്യാസമുണ്ട്. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്റ്റാണ്, ഇതെന്താണ് സൊസൈറ്റീസ് ആക്റ്റാണ്. സൊസൈറ്റീസ് വെർ ക്ലാസിഫൈഡ് ഇവിടെ അർബനും റൂറലും ആണെങ്കിൽ ഇവിടെ ലയബിലിറ്റി ആൻഡ് ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ് ആണ്. പിന്നെ എന്താണ് പെർമിറ്റഡ് ടു രജിസ്റ്റർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. രജിസ്ട്രേഷൻ ഓഫ് സെൻട്രൽ സൊസൈറ്റി എന്നാണ് ഇവിടെ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അലൗഡ് ടു രജിസ്റ്റർ ക്രെഡിറ്റ് സൊസൈറ്റി മാത്രമാണ്. ഇവിടെ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി എന്നാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇതിനെ ഓഡിറ്റ് ചെയ്യാൻ രജിസ്ട്രാർക്ക് ഡയറക്റ്റ് അതോറിറ്റി ഉണ്ട്. ഓഡിറ്റ് ബൈ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ രജിസ്ട്രാർ ആണ്. അപ്പോൾ ഇതിന് രജിസ്ട്രാർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഓഡിറ്റ് ചെയ്യാം. ഇതെന്താണ് ഒരു വ്യക്തിക്ക് ഓഡിറ്റർ എന്താണ് ഡയറക്ഷൻ കിട്ടിയ അല്ലെങ്കിൽ ഓഡിറ്ററിൻ്റെ അനുവാദം കിട്ടിയ വ്യക്തിക്കാണിത് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്. സൈലൻ്റ് അബൌട്ട് യൂട്ടിലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് ഇതിൽ സൈലൻ്റ് ആണ്. 25% പ്രോഫിറ്റ് എന്താണ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റിയാൽ മതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു ഓഡിറ്റ് ഫീ ചാർജ് ഒന്നും പറയുന്നില്ല. ഇവിടെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഓഡിറ്റ് ഫീ ചാർജ് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് 1904 1912 എന്താണ് ആക്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അന്നത്തെ ഭരണപരിഷ്കാരങ്ങളൊക്കെ ഒരു കോമൺ ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അതിൽ മോണ്ടേഗു ചെംസ്ഫോർഡ് അവരെ റെക്കമെൻഡേഷൻ പ്രകാരം എന്താണ് ഇൻ 1919 കോർപ്പറേഷൻ ബിക്കെയിം സ്റ്റേറ്റ് സബ്ജക്റ്റ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ്, അതുകൊണ്ടാണ് ഇപ്പോൾ സഹകരണ മന്ത്രിയൊക്കെ ഉള്ളത്. അതിപ്പോൾ കേന്ദ്രത്തിലുണ്ട്, എല്ലാ സംസ്ഥാന തലത്തിലും വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മോണ്ടേഗു ചെംസ്ഫോർഡ് ഈ റെക്കമെൻഡേഷനിൽ 1990 ഈ കോർപ്പറേഷൻ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ട് വന്നത് എന്നുള്ളതാണ്. ആഫ്റ്റർ ഹിസ് ഗ്രേറ്റ് റെക്കമെൻഡേഷൻ ദ ബോംബെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1925. ആഫ്റ്റർ ദാറ്റ് മദ്രാസ് പ്രൊവിൻസ് പാസ്ഡ് ദെയർ ഓൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ 1932. അപ്പോൾ മദ്രാസ് പ്രൊവിൻസ് നമ്മുടെ അന്ന് ഈ മലബാർ ഏരിയ ഒക്കെ എന്താണ് നമ്മുടെ കേരളത്തിലെ മലബാർ ഏരിയ മദ്രാസ് പ്രൊവിൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രൊവിൻസിൽ എന്താണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1925 നിലവിൽ വന്നു എന്നുള്ളതാണ്. ഇനി എന്താണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെസൊല്യൂഷൻ 1956 ആണ്. 1956 നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെസൊല്യൂഷനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ദ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽ 1957. The Committee of the Cooperative Law under the chairmanship of Sri S.T. Raja in 1956 recommended a model bill for National Development Council Resolution of 1956 ആണ്. The Model Cooperative Society Bill and Bill of 1957. അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടു എന്താണ് S.T. രാജ ഇൻ 1956 ഒരു മോഡൽ ബിൽ ഫോർ കൺസിഡറേഷൻ ഫോർ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് എന്താണ് കോപ്പറേറ്റീവ് എന്താണ് തലത്തിൽ എന്ത് വേണമെന്ന് വെച്ചാൽ മന്ത്രിയൊക്കെ വേണമെന്നുള്ളൊരു മോഡൽ മുന്നോട്ട് കൊണ്ടുവന്നത്. ദ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1957. ദ റിപ്പോർട്ട് കൺസിസ്റ്റ് ഓഫ് two volumes. The first volume contained Model Cooperative Societies Bill 1957. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബില്ലുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നൊരു സംഗതിയാണ് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽ. അത് S.T. രാജയാണ് കൊണ്ടുവന്നത്. ഒരു മോഡൽ ബില്ലാണത്. 1956 ഇദ്ദേഹത്തെ ആ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് May 1957. ഇനി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. അപ്പോൾ എന്താണ് ദ കമ്മിറ്റി ഓഫ് കോപ്പറേറ്റീവ് ലോ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ്. ഇനി അടുത്തത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്, NDC. So another important development at this time which affected the cooperative sector was the National Development Council resolution. The NDC, the National Development Council, was set up on 6th August 1952 to strengthen and mobilize the effort and resource of the nation in support of
ദ 5-year പ്ലാൻ മെയ്ഡ് ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോൾ NDC പ്ലാനിംഗ് കമ്മീഷൻ അണ്ടറിൽ വന്നിട്ടുള്ള ഒരു നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്, രാജ്യവികസനത്തിന് വേണ്ടി ഉണ്ടായ ഒരു കൗൺസിലാണ്. അവരെ റെക്കമെൻഡേഷനിൽ നിന്നാണ് കോപ്പറേറ്റീവ് സെക്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 1952 ഇത് നിലവിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നതിന് മറ്റു പോയിന്റ്സിൽ ഇവരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇൻ ഇറ്റ്സ് മീറ്റിംഗ് ഡേറ്റഡ് ഇൻ 8th and 9th November 1958 ദ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അഡോപ്റ്റഡ് എ റെസൊല്യൂഷൻ. അപ്പോൾ അവരുടെ മീറ്റിങ്ങിൽ 8th 9th വന്ന മീറ്റിങ്ങിൽ എന്താണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി എന്നുള്ളതാണ്. in which it was considered essentially that by making ടക്കാവി ലോൺസ്. അപ്പോൾ ടക്കാവി നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ എന്താണ് 2 ആക്ടുകൾ ഒന്നിച്ചിരുന്നാണ് ഒരു അതായത് 1895 ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അത് പ്രകാരം എന്താണ് ലോണുകൾ കൊടുക്കണം എന്നുള്ളൊരു ഒരു റെക്കമെൻഡേഷൻ വന്നു എന്നുള്ളതാണ്. കോപ്പറേറ്റീവ്സ് ടു ബി ഓർഗനൈസ്ഡ് ഓൺ എ വില്ലേജ് ബേസിസ് ആൻഡ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചായത്ത്. അത് എല്ലാ ജില്ലാ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നിന്നാണ് കോപ്പറേറ്റീവ് സെക്ടർ ശക്തിപ്പെടുത്തണമെന്നാണ് പറഞ്ഞു വന്നത്. വേരിയസ് പ്രോഗ്രാംസ് ഫോർ ഇൻക്രീസിങ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ടു ബി ക്യാരിഡ് ഔട്ട് ത്രൂ കോപ്പറേറ്റീവ്. പല പ്രോഗ്രാമുകളും അഗ്രികൾച്ചർ സെക്ടറിലൂടെ നിന്നാണ് കോപ്പറേറ്റീവ് സെക്ടറിനെ ശക്തിപ്പെടുത്താൻ കൊണ്ടുവരണം എന്നുള്ളതാണ്. ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ റെക്കഗ്നൈസ്ഡ് ആൻഡ് കൺവേർട്ടഡ് ആസ് സർവീസ് സൊസൈറ്റി. വലിയ ക്രെഡിറ്റ് സൊസൈറ്റികളെ റീഓർഗനൈസ് ആൻഡ് കൺവേർട്ടഡ് ആസ് സർവീസ് സൊസൈറ്റി. വലിയ ക്രെഡിറ്റ് സൊസൈറ്റീസിന് എന്താണ് റീഓർഗനൈസ് ചെയ്യുക, അതാണ് അതിൻ്റെ ഈ പറയുന്ന സംഘടനാ സംവിധാനത്തിന് എന്താണ് പുനഃസൃഷ്ടിച്ചിട്ട് എന്താണ് സർവീസ് സൊസൈറ്റികളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇൻ 1958 ദ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഹാസ് റെക്കമെൻഡഡ് എ നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ് ആൻഡ് ഓൾസോ ഫോർ ട്രെയിനിങ് ഓഫ് പേഴ്സണൽ ആൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി. അതായത് 1958 ഈ NDC എന്ത് റെക്കമെൻഡ് ചെയ്തു, നാഷണൽ പോളിസി കോപ്പറേറ്റീവ്സിന് വേണ്ടി ഒരു ദേശീയ നയം കോപ്പറേറ്റീവ്സിന് വേണ്ടി രൂപീകരിക്കാൻ അത് റെക്കമെൻഡ് ചെയ്തു. പിന്നെ പേഴ്സണൽസിന്, അതായത് അതിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ട്രെയിനിങ് കൊടുക്കാനും പിന്നെ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് തുടങ്ങാനുള്ള റെക്കമെൻഡേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. ദ റെസൊല്യൂഷൻ ഓൾസോ റെക്കമെൻഡഡ് ദാറ്റ് റെസ്ട്രിക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് എക്സിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഷുഡ് ബി റിമൂവ്ഡ്. അതായത് ഇപ്പോൾ ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ എന്താണ്, അതായത് ബുദ്ധിമുട്ടാവുന്ന അല്ലെങ്കിൽ മാറ്റാൻ പ്രയാസമുള്ള ഫീച്ചേഴ്സൊക്കെ എന്താണ്, അതൊക്കെ മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. മെനി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എമെൻഡഡ് ദർ ആക്ട്. അതുകൊണ്ട് തന്നെ പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും എന്താണ് അവരുടെ ആക്ടുകൾ, അതായത് അവരുടെ നിയമ സംവിധാനങ്ങൾ മാറ്റങ്ങൾ വരുത്തിയെന്നുള്ളതാണ് കോപ്പറേറ്റീവ് ആക്ട് ആസ് എ റിസൾട്ട് ഓഫ് ദ റെക്കമെൻഡേഷൻ ഓഫ് ദ മോഡൽ ബിൽ. ഇതൊക്കെ മോഡൽ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, വൈൽ എ ഫ്യൂ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ടുക്ക് സ്റ്റെപ്സ് ടു ചാനൽ ടക്കാവി ലോൺസ് ത്രൂ കോപ്പറേറ്റീവ് ഇൻ സ്പെസിഫിക് ഏരിയ. അപ്പോൾ ടക്കാവി ലോൺസ് എന്നാണ് ചില സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ എന്താണ് അവർ നടപ്പാക്കി എന്നുള്ളതാണ്. അക്കോർഡിംഗ്ലി അണ്ടർ നോട്ടിഫിക്കേഷൻ ഓഫ് FR 961 UT dated on July 26, 1961 issued by the Department of Cooperation, the Government of India, in the Ministry of Community Development and Cooperation appointed committee with its headquarters at New Delhi to examine the whole question and suggest suitable procedures for the implementation of the policy. അപ്പോൾ ഇതിലെന്താണ് ഒരു ഹെഡ്ക്വാർട്ടർ ന്യൂഡൽഹി വരികയും ഇതെങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ള കാര്യം വിശകലനം ചെയ്യാനും തുടങ്ങിയെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഒരു NDCൻ്റെ ഭാഗമാണ്. വർഷം നോക്കി വെക്കുക നിങ്ങൾ. വർഷം എന്താണ് വരുന്നത് 58 52 ഈ ഒരു കൗൺസിൽ നിലവിൽ വരുന്നത്. പിന്നെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെസൊല്യൂഷൻ 1956 പിന്നെ എന്താണ് നാഷണൽ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ബില്ല് 1957 അത് നോക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞു വയ്ക്കുന്നത് മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ട് ആണ്. മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ട് 1990 to 1991 കുറേ അങ്ങോട്ട് വന്ന് 90കളിൽ എത്തി. 1990 91 ഒരു മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ട് നിലവിൽ വന്നു എന്നുള്ളതാണ്. ഇൻ 1990 an expert committee under the chairmanship of ചൗധരി ബ്രഹ്മപ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തി കണ്ടിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി നിലവിൽ വന്നു. 1998 was appointed by the planning commission appointed to make a rapid review of the broad status of the cooperative movement, suggest future directions and finalize എ മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ട്. അപ്പോൾ ഈ ഒരു കമ്മിറ്റി, അതായത് ഈ പറഞ്ഞ ബ്രഹ്മപ്രകാശ് എന്ന് പറയുന്നത് ചൗധരി ബ്രഹ്മപ്രകാശിൻ്റെ എന്താണ് ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം എന്ത് വന്നു എന്നുള്ളതാണ് ഒരു മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ട് നിലവിൽ വരണമെന്ന് പറഞ്ഞു. ആൻഡ് സബ്മിറ്റഡ് ഈസ് റിപ്പോർട്ട് ഇൻ 1990. ഓക്കെ, പിന്നീട് പറഞ്ഞതാണ് പാരലൽ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്നുള്ളതാണ്. ഫ്രം 9th പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ 9th പ്ലാനിൽ 1997 to 2002 ആണ്. 9th പഞ്ചവത്സര പദ്ധതി 97 മുതൽ 2002 വരെയാണ് ഉണ്ടായിരുന്നത്. There has been no specific mention about cooperatives as a part of the plan. അപ്പോൾ ഈ ഒരു പഞ്ചവത്സര പദ്ധതിയിൽ
കോപ്പറേറ്റീവ്സിനെ കുറിച്ച് വലിയൊരു പ്ലാൻ ഇല്ലായിരുന്നു. സിൻസ് കോപ്പറേഷൻ ഇസ് എ സ്റ്റേറ്റ് സബ്ജക്ട് ആൻഡ് റെക്കഗ്നൈസിംഗ് ദ ഡിഫിക്കൽട്ടീസ് ഇൻ ഹാവിംഗ് ആൻ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ആക്ട് amended on the lines of the Model Cooperatives Act, a section of corporators and civil society initiated an action to put in place a parallel cooperative legislation for self-reliant cooperatives. അതായത് സ്വയം ആശ്രയിക്കാവുന്ന അല്ലെങ്കിൽ എന്താണ് സെൽഫ് റിലയൻറ്റ് മീൻസ് എന്താണ് സ്വയം ആശ്രയിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരു പാരലൽ ലെജിസ്ലേഷൻ അതാണ് അവർ സ്വയം എന്താണ് ഒരു കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ നിയമ സംവിധാനം പിന്തുടരണമെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തി ഈ 97-2002 കാലഘട്ടത്തിൽ. കാര്യം അന്നത്തെ ഈ പറയുന്ന എന്താണ് 9th പ്ലാനിൽ എന്താണ് കൃത്യമായൊരു സംവിധാനം അല്ലെങ്കിൽ നിയമാവലി എന്താണ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീനെ പറ്റി എന്താണ് വലിയൊരു പരിഗണന അതിൽ കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സെൽഫ് റിലയൻറ്റ് കോപ്പറേറ്റീവ്സ് ആർ ജനറലി ഡിഫൈൻഡ് ആസ് ദോസ് വിച്ച് ഹാവ് നോട്ട് റിസീവ്ഡ് എനി അസിസ്റ്റൻസ് ഫ്രം ദ ഗവൺമെൻറ് ഇൻ ഫോം ഓഫ് ഇക്വിറ്റി കോൺട്രിബ്യൂഷൻ ലോൺ ആൻഡ് ഗ്യാരണ്ടി. അതായത് ഒരു തരത്തിലും എന്താണ് ഗവൺമെൻറ്റുകളുടെ കയ്യിൽ നിന്നാണ് ഒരു ആനുകൂല്യങ്ങൾ കിട്ടാത്ത ഈ സൊസൈറ്റികളാണ് സെൽഫ് റിലയൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ സ്വയം എന്താണ് സ്വമേധയാ അവർ എന്താണ് ഒരു പാരലൽ ലെജിസ്ലേഷൻ തുടങ്ങുക എന്നുള്ളതാണ്. ദീസ് ആക്ട് ആർ ലാർജ്ലി ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ആക്ട് എന്നാണ് ഈ പറഞ്ഞ ചൗധരി ബ്രഹ്മപ്രകാശ് ആക്ടിൻ്റെ ഇതിൽ എന്താണ് അതിൻ്റെ അണ്ടറിൽ റെക്കമെൻഡേഷൻ വന്നത് തന്നെയാണ്. 9 സ്റ്റേറ്റ്സ് 9 സ്റ്റേറ്റുകൾ, അത് ആന്ധ്രാപ്രദേശ് 95, മധ്യപ്രദേശ് 99, ബീഹാർ 96, ജമ്മു ആൻഡ് കാശ്മീർ 99, ഒറീസ 2001, കർണാടക 97, ജാർഖണ്ഡ് 96, ഛത്തീസ്ഗഡ് 99 ആൻഡ് ഉത്തരാഞ്ചൽ 2003 ഹാവ് സോ ഫാർ എനാക്റ്റഡ് പാരലൽ കോപ്പറേറ്റീവ് ആക്ട്. അപ്പോൾ ഇവരൊക്കെ എന്താണ് പാരലൽ കോപ്പറേറ്റീവ് ആക്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. വിച്ച് വാസ് എനേബിളിംഗ് ആൻഡ് എൻഷുറിംഗ് ഓട്ടോണമസ് ആൻഡ് ഡെമോക്രാറ്റിക് ഫംഗ്ഷനിങ് ഓഫ് കോപ്പറേറ്റീവ്. അതുകൊണ്ട് എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നല്ലൊരു ഓട്ടോണമസ് ഫീൽ വന്നു. അത് ഗവൺമെൻറ്റിൽ നിന്ന് വേറിട്ട് സ്വയം ഭരിക്കുന്നൊരു അവസ്ഥ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വന്നു എന്നുള്ളതാണ്. ഇനിയാണ് ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1995 വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആക്ടാണ് ദ ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1995. The APMACS Act or the 1995 Act was passed unanimously by the Andhra Pradesh Legislative Assembly on 9th May 9th May അല്ല 4th May ആണ് 1995. The Act number 30 enacted in 46 the year of Republic of India. അതായത് ഇന്ത്യയുടെ 46ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലാണ് ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആഫ്റ്റർ ദ ഫ്ലോർ ലീഡേഴ്സ് ഓഫ് വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഹാഡ് സ്പോക്കൺ ഇൻ ഫേവർ ഓഫ് ദ റിലേറ്റഡ് ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെൻറ്. ഇറ്റ് വാസ് നോട്ടിഫൈഡ് ഓൺ 1st June 1995. ജൂൺ 1 ജനുവരി 26 ഇത് ബില്ലായിട്ട് വരുന്നത്. ജൂൺ 1 ഇത് എനാക്ട് ചെയ്യുന്നത്. ഓക്കെ, ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ്സ് ആക്ട്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണ് സ്വമേധയാ ഒരു ആക്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് that all the parties wanted such a law for the people of the state speaks volume for the spirit behind and contents of this legislation. The statement of objects and reasons for introducing the bill. The brief background note on enactment of a parallel law for new generation cooperatives and a statement comparing provisions of 1964 Act and 95 Act relating to various aspects of corporation are given in the end. അതായത് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ജനങ്ങളുടെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ഒരു പാരലൽ ആക്ട് എന്താണ് ഒരു സമാന്തരമായ ഒരു ആക്ട് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് സമാന്തരമായ ഒരു ആക്ട് ആന്ധ്രാപ്രദേശിൽ വന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടാണ്. അപ്പോൾ അത് 1942 വന്ന ഒരാക്റ്റാണ്. ഓക്കെ, അപ്പോൾ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 ആണ്. വിത്ത് ദ എമർജൻസ് ഓഫ് കോപ്പറേറ്റീവ്സ് ഹാവിങ് എ മെമ്പർഷിപ്പ് ഫ്രം മോർ ദാൻ വൺ സ്റ്റേറ്റ്. അതായത് മൾട്ടി യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു സ്റ്റേറ്റിലും നിന്നും അധികമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കേരളം, തമിഴ്നാട്, ആന്ധ്ര അങ്ങനെ പല സ്റ്റേറ്റിൽ നിന്നും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതാണ് ഉദ്ദേശിച്ചത്. സച്ച് ആസ് സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസേഡ് സാലറി ഏണേഴ്സ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. എ നീഡ് വാസ് ഫെൽഡ് ഫോർ എനേബിളിംഗ് കോപ്പറേറ്റീവ് law for such multi-unit and multi-state cooperative. Accordingly, the Multi-Unit Cooperative Societies Act was passed in 1942. അത് വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 23 മാർച്ച് 1942 6th of the Act 19. അപ്പോൾ 42ാമത്തെ ആക്ടാണ് നിലവിൽ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഒരുപാട് സ്റ്റേറ്റുകളിലുള്ള പല മെമ്പേഴ്സും, ഇപ്പോൾ നമ്മളൊരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ഒരു സൊസൈറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പല സ്റ്റേറ്റുകളിലുള്ള ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ അത്ര ഒരു ആക്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അതിന് മൾട്ടി യൂണിറ്റ് എന്നോ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് ആക്ട് എന്നോ പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ,
ഇനി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ആക്ട്. അപ്പോൾ ഈ മൾട്ടി യൂണിറ്റ് ആക്ട് ആണ് പിന്നീട് എന്താവുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ആക്ട് ആവുന്നത്. അത് 1984 ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് MSCS ആക്ട് enacted in 1984 was modified in 2000. In keeping with the spirit of the Model Cooperatives Act, unlike the state laws which remained as a parallel legislation to coexist with the earlier laws, the MSCS Act 2002 replaced the earlier Act of 1984. അതായത് ഇവിടെ 2002 എന്താണ് ഈ MSCS അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ടിന് വീണ്ടും മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണ് ഈ 84 ആക്ടിന് എന്താണ് അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്താണ് 2002 ഈ ഒരു ആക്ട് പുതുക്കി എന്നുള്ളതാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ആക്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മൾട്ടി യൂണിറ്റിന് അതേ എന്താണ് അതായത് ഒന്നിലധികം സ്റ്റേറ്റിലുള്ള ആൾക്കാർ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആക്ട് നിലവിൽ വന്നത് 39 ഒക്ടോബർ 2002 ഈ അവസാനത്തെ ലേറ്റസ്റ്റ് 84 എന്നാ വന്നത് അത് ഡേറ്റ് ഇവിടെ പറയുന്നില്ല. ഇതിന് അമെൻമെൻറ്റ് ജൂലൈ 3 നടക്കുന്നത്. പിന്നെന്താണ് 39th ഓഫ് ദ ആക്ട് ആണിത്. ഇത് 3rd ജൂലൈയിലാണ് ഇതിന് അമെൻമെൻറ്റ് നടക്കുന്നത്. കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 9th ഓഗസ്റ്റ് 2002 ആണ്. അപ്പോൾ ഓഗസ്റ്റ് 19th 2002 ഇത് നിലവിൽ വരുന്നത്. 126 സെക്ഷൻസ് ആണ് ഇതിലുള്ളത്. ഇതൊക്കെ നിങ്ങൾ എന്താണ് 126 സെക്ഷൻസ് ആണത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് ഷെഡ്യൂൾ എന്താണ് ഇതിൻ്റെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. സെക്കൻഡ് ഷെഡ്യൂൾ എന്താണ് ലിസ്റ്റ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. എത്ര നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട് അതിൻ്റെ ലിസ്റ്റാണ് രണ്ടാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. ആദ്യ ഷെഡ്യൂളിൽ എന്താണ് പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അമെൻമെൻറ്റ് ആക്ട് 2023 വന്നു എന്നുള്ളതാണ്. അപ്പോൾ ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് 2023 വന്നിരിക്കുന്നത്. 3 ഷെഡ്യൂളുള്ളത്. ഫസ്റ്റ് ഷെഡ്യൂൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ്. രണ്ടാമത്തെ ഷെഡ്യൂൾ ലിസ്റ്റ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഓക്കെ, പിന്നെ തേർഡ് ഷെഡ്യൂൾ എന്താണ് അണ്ടർ എനി അതർ ആക്ട് സ്പെസിഫൈഡ് ഇൻ ദ തേർഡ് ഷെഡ്യൂളാണ്. മറ്റേതെങ്കിലും ആക്ട് ഉണ്ടെങ്കിൽ അതാണ് തേർഡ് ഷെഡ്യൂളിൽ വരിക എന്നുള്ളതാണ്. ഇത് ഈ 2002 വീണ്ടും എന്താണ് 2023 മാറ്റങ്ങളോട് കൂടി വന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരളയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ കോപ്പറേറ്റീവ് നിയമങ്ങളുടെ എന്താണ് ചരിത്രമാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം കൊച്ചിയെക്കുറിച്ചാണ് പറയാനുള്ളത്. കൊച്ചിൻ റീജിയനാണ്. നമുക്കറിയാം 3 റീജിയനായിട്ടുള്ള കേരളത്തിൽ സ്ഥലങ്ങളെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഏരിയാസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മലബാർ, കൊച്ചിൻ ആൻഡ് ട്രാവൻകൂറാണ്. അപ്പോൾ കൊച്ചിനെ പറയുകയാണെങ്കിൽ സർ രാജഗോപാലാചാരി ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അറ്റ് മദ്രാസ് പ്രൊവിൻസ് appointed as Diwan of Cochin and subsequently as Diwan of Travancore state took initiative for passing the first act by the name Cochin Cooperative Societies Act of 1930. അതായത് അന്ന് മദ്രാസ് പ്രൊവിൻസിൻ്റെ മദ്രാസ് റീജിയൻ മലബാർ അടങ്ങുന്ന മദ്രാസ് റീജിയൻ്റെ രജിസ്ട്രാർ ആയിരുന്ന സർ രാജഗോപാലാചാരി കൊച്ചിൻ ദിവാനെ അപ്പോയിൻ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് പിന്നീട് അദ്ദേഹം എന്താണ് ട്രാവൻകൂർ സ്റ്റേറ്റിന് ദിവാനായി. അദ്ദേഹമാണ് എന്ത് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 1913 എന്താണ് ഫസ്റ്റ് ആക്ട് അതായത് ആദ്യ നിയമം വരുന്നത്. ദ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ 1913. ദിസ് ആക്ട് വാസ് പാസ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദിവാൻ ശ്രീ AR ബാനർജി. ദിവാൻ ശ്രീ AR ബാനർജിയാണ് എന്ത് 1913 ഈ പറഞ്ഞ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് വാസ് അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആദ്യ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതെന്നാണ് അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇറ്റ് വാസ് എസ് എ ക്രെഡിറ്റ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇതൊരു ക്രെഡിറ്റ് സൊസൈറ്റി ആയിരുന്നു. ഇതെന്താണ് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു എന്നുള്ളതാണ്. ബേസ്ഡ് ഓൺ ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ദ ഫസ്റ്റ് പ്രൈമറി സൊസൈറ്റി കോൾഡ് എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം ആദ്യമായിട്ട് വന്ന സൊസൈറ്റി ഇതാണ് എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇതിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് ഇക്കണ്ട വാര്യരാണ്. ഫസ്റ്റ് സെക്രട്ടറി ആരാണ് VK അബ്ദുൾ അസീസ് ആണ്. ഓക്കെ, എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യത്തെ സൊസൈറ്റി ആയിട്ട് അറിയപ്പെടുന്നത്. ആദ്യ പ്രസിഡന്റ് എന്താണ് ഇക്കണ്ട വാര്യരാണ്. ആദ്യ സെക്രട്ടറി ആരാണ് VK അബ്ദുൾ അസീസ് ആണ്. ഓക്കെ, കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ആക്ട് പ്രകാരമാണ് ഇത് നിലവിൽ വന്നത് എന്നുള്ളതാണ്. കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ഫോംഡ് ഇൻ 1918. കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വന്നത് 1918. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ബ്രിട്ടീഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇത് ബ്രിട്ടീഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ദ ലോങ് ടേം ലോൺസ് വെയർ സപ്ലൈഡ് ബൈ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ആൻഡ് മോർഗേജും. ഇതിന് ലോങ് ടേം ലോണുകൾ കൊടുക്കുന്നത് കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കും മോർഗേജ് ബാങ്കുമാണ്. ദീർഘകാലത്തേക്കുള്ള ലോണായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഈ ബാങ്ക്.
ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ വാസ് ലിമിറ്റഡ് ടു കൊച്ചിൻ. അതിൻ്റെ ആ കൊച്ചിൻ റീജിയനിലായിരുന്നു ഇതിൻ്റെ ഏരിയ ഉണ്ടായിരുന്നത്. ദ മലയാളം മാഗസീൻ പബ്ലിഷ്ഡ് ബൈ കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ് നോൺ ആസ് സഹകരണ പ്രബോധിനി. ഒരു മലയാള മാസിക ഈ കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് പ്രകാശനം ചെയ്തിരുന്നു. അതിൻ്റെ പേരാണ് സഹകരണ പ്രബോധിനി എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി തിരുവിതാംകൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആദ്യം നിലവിൽ വരുന്നത് 1914 ഓക്കെ, ആ ദിവാൻ തന്നെയായിരുന്നു. ദിവാൻ്റെ രാജഗോപാലാരി നിയമിച്ചതായിരുന്നല്ലോ. അപ്പോൾ എന്താണ്, ഇൻ 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് റെഗുലേഷൻ വാസ് പാസ്ഡ് ബൈ രാജഗോപാലാചാരി വെൻ ഹി വാസ് ദ ദിവാൻ ഓഫ് ട്രാവൻകൂർ. അപ്പോൾ ഇദ്ദേഹം ട്രാവൻകൂർ ദിവാനായ കാലത്താണ് ഈ ഒരു ആക്ട് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദ ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫ്രം ദ ട്രാവൻകൂർ വാസ് സി ഗോവിന്ദപിള്ള. അതായത് ഈ തിരുവിതാംകൂറിലെ ആദ്യ രജിസ്ട്രാർ ഗോവിന്ദപിള്ളയായിരുന്നു. ഓക്കെ, നവംബർ 2014 അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്തത്. ദ ഫസ്റ്റ് സൊസൈറ്റി ഫോംഡ് അണ്ടർ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു ആദ്യത്തെ ഈ പറയുന്ന സൊസൈറ്റി എന്ന് വെച്ചാൽ. വാസ് ഓർഗനൈസ്ഡ് ഓൺ 23 നവംബർ 1915. നവംബർ 23 1915 ഇത് ഓർഗനൈസ് ചെയ്തിരുന്നത് എന്നാണ്. സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ഇൻ 18/1/1916. അതായത് ജനുവരി 18 1916 ഇത് ഫംഗ്ഷനിങ് തുടങ്ങിയത്. സ്റ്റാർട്ടഡ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇത് അൺലിമിറ്റഡ് ലയബിലിറ്റിയോട് കൂടി തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു. ദ ലയബിലിറ്റി ചേഞ്ച് ടു ലിമിറ്റഡ് ഇൻ 1918. 1918 ഇതിൻ്റെ ലയബിലിറ്റി മാറിയത് എന്നുള്ളതാണ്. അപ്പോൾ തിരുവിതാംകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണ് നിലവിൽ വന്നത് 1914. അന്നത്തെ ദിവാനായിരുന്നു രാജഗോപാലാചാരി. അന്നത്തെ രജിസ്ട്രാർ ആരായിരുന്നു? സി ഗോവിന്ദപിള്ളയായിരുന്നു. നവംബർ 1914 വന്നത്. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് ആദ്യമായിട്ട് വന്ന സൊസൈറ്റി. നവംബർ 23 1915 ഇത് നിലവിൽ വന്നത്. പിന്നെ ഇതാദ്യം ഒരു അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സ്ഥാപനമായിരുന്നു. പിന്നീട് ലിമിറ്റഡായി 1918. ഇതിൻ്റെ ഫംഗ്ഷനിങ് തുടങ്ങിയത് 18 ജനുവരി 1916. നമ്മുടെ കൊച്ചിൻ സർവീസ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 18 വന്നത്. ഇക്കണ്ട വാര്യർ ആൻഡ് അബ്ദുൾ അസീസ് തുടങ്ങിയത് എടവണ്ണക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു. ഓക്കെ, പിന്നെ കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ മലയാളം മാഗസീന് സഹകരണ പ്രബോധിനി ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ പോയിന്റുകളൊക്കെ വളരെ അത്യാവശ്യത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി ട്രാവൻകൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് കൺവേർട്ടഡ് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 1943 ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കായിട്ട് കൺവേർട്ട് ചെയ്തു. ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് കൺവേർട്ടഡ് ഇൻ ടു ട്രിവാൻഡ്രം കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ 1954. അപ്പോൾ 1943 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കായി മാറി. 1954 അത് ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കായി മാറി എന്നുള്ളതാണ്. ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് കൺവേർട്ടഡ് ഇൻ ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ 1956. അപ്പോൾ 43, 54, 56 കാലഘട്ടങ്ങളിൽ പല ബാങ്കുകൾ, അതായത് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആവുകയും ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ട്രാവൻകൂർ കൊച്ചിൻ, അതായത് തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർത്തിട്ട് ഒരു ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അത് പിന്നീട് മലബാറും കൂടി ചേർത്ത് കേരളമായി മാറി 56. അപ്പം അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കായി തീർന്നു എന്നുള്ളതാണ്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് സമൃദ്ധി കാർഡ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കൊടുക്കുന്ന ക്രെഡിറ്റ് കാർഡിൻ്റെ പേരാണ് സമൃദ്ധി കാർഡ്. അത് നിങ്ങൾ പ്രത്യേകം പഠിച്ചിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, ഫ്രം 29th November 2019 onwards, Kerala State Cooperative Bank and 13 district cooperative banks are functioning as a single entity with brand name Kerala Bank. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 13 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളും അത് കേരള ബാങ്ക് എന്ന് പറഞ്ഞിട്ട് മെർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മലപ്പുറം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് മെർജ്ഡ് ഓൺ 12th January 2023. മലപ്പുറം ഡിസ്ട്രിക്ട് ബാങ്ക് 14ാമത്തെ ബാങ്കായിട്ടാണ് 2023 ജനുവരി 12 അത് മെർജ് ചെയ്തത്. ഓക്കെ, 29 നവംബർ 2019 മുതലാണ് കേരള ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അത് 13 ഡിസ്ട്രിക്ട് 23 നവംബർ 2019. പിന്നീട് 12 ജാനുവരി 2023 മലപ്പുറത്തെ ബാങ്ക് കൂടി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇതിലേക്ക് ലയിച്ചത് എന്നുള്ളതാണ്.
ഇനി മലബാറാണ്. മലബാർ ആൻഡ് കാസർഗോഡ് താലൂക്ക് വാസ് ഗവേൺഡ് ബൈ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1932. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 പ്രകാരമായിരുന്നു ഈ പറയുന്ന മലബാർ ഡിസ്ട്രിക്റ്റും അതുകൂടാതെ എന്താണ് കാസർഗോഡ് ജില്ലയും അടങ്ങിയിരുന്നത്. കാസർഗോഡ് പണ്ട് കർണാടകമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തുളുനാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മദ്രാസ് പ്രൊവിൻസിൻ്റെ അണ്ടറിലായിരുന്നു. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് അത് അവിടെ നിലവിലുണ്ടായിരുന്നത് 1932. മലബാർ കോപ്പറേറ്റീവ് സെൻട്രൽ ബാങ്ക് പക്ഷേ രജിസ്റ്റർ ചെയ്തിരുന്നത് എന്താണ് 3 ഡിസംബർ 1917. മലബാർ കോപ്പറേറ്റീവ് സെൻട്രൽ ബാങ്ക് 1917 ഈ പറഞ്ഞ കോഴിക്കോടിൽ അറ്റ് കാലിക്കറ്റ് റെൻഡേർഡ് മച്ച് സർവീസ് ഇൻ പ്രൊവൈഡിങ് ലോൺസ് ടു പ്രൈമറി കോപ്പറേറ്റീവ്സ് ആണ്. അപ്പോൾ ഈ ഒരു ബാങ്ക് നിലവിൽ വന്ന് 3 ഡിസംബർ 1917 അത് കോഴിക്കോട് ബേസ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ, നൗ കോഴിക്കോട് ഡിസ്ട്രിക്ട് സെൻട്രൽ ബാങ്കായി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കായിട്ട് മാറി. ചേഞ്ച്ഡ് നെയിം ഇൻ 1985. 1985 ഇതിൻ്റെ പേര് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കായിട്ട് മാറുന്നത്. ആദ്യം ഇതിൻ്റെ പേര് മലബാർ കോപ്പറേറ്റീവ് സെൻട്രൽ ബാങ്ക് എന്നായിരുന്നു. രജിസ്റ്റേർഡ് അണ്ടർ 1912 ആക്ട് 1912 ആക്ട് പ്രകാരമാണ്, അതായത് ഇന്ത്യയിലുണ്ടായിരുന്നത്. കാര്യം മലബാർ റീജിയൻ ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് രാജിൻ്റെ അണ്ടറിൽ വന്നതായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 അണ്ടറിൽ 1904 ആക്ട് അല്ല 1912 ആക്ടിൻ്റെ അണ്ടറിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഗോട്ട് രജിസ്റ്റേർഡ് ഇൻ കേരള ഇൻ 1904. അതായത് ഒരു പാലക്കാട് നമുക്കറിയാം മലബാറിൻ്റെ ഭാഗമാണ്. അതായത് ഒരു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആദ്യം 1904 തന്നെ എന്താണ് പാലക്കാട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 1904 ആക്ട്. കാരണം അന്ന് ബ്രിട്ടീഷുകാർ ഡയറക്റ്റ് ഭരണമാണ് കേരളത്തിൽ, മലബാറിൽ, കേരളം മൊത്തമല്ല മലബാറിൽ. ഇൻ മലബാർ റീജൻ ഓഫ് ദ ഏസ്റ്റ് വൈൽ മദ്രാസ് പ്രസിഡൻസി ഇറ്റ് വാസ് രജിസ്റ്റേർഡ് അണ്ടർ ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1904. ഓക്കെ, അപ്പോൾ ഒരു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആദ്യം പാലക്കാടാണ് നിലവിൽ വന്നത്. 1904 തന്നെ വന്നു. ഏത് ആക്ട് പ്രകാരമാണ്? ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ആ ഒരു ഈ പറയുന്ന അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി നിലവിൽ വന്നത്. അപ്പോൾ നമുക്കറിയാം 32 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു മലബാറിലും കാസർഗോഡ് താലൂക്കിലുണ്ടായിരുന്നത്. പിന്നീട് എന്താണ് മലബാർ കോപ്പറേറ്റീവ് ബാങ്ക് ശരിക്കും രജിസ്റ്റർ ചെയ്തത് 3 ഡിസംബർ 1917 അത് പിന്നീട് എന്താണ് അതിൻ്റെ പേര് കോഴിക്കോട് എന്താണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കായി അത് 1985 പേര് മാറ്റുന്നത് എന്നുള്ളതാണ്. ഇനി മലബാർ എന്താണ് ഓൾഡസ്റ്റ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള ആർ കൊടുവായൂർ അർബൻ കോപ്പറേറ്റീവ്. അപ്പോൾ കേരളത്തിൽ നമ്മൾ നേരത്തെ കണ്ട എന്താണ് എടവണ്ണക്കാട് സൊസൈറ്റി അല്ല, ഏറ്റവും പഴയ കോപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിലുള്ളത് കൊടുവായൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ്. കൊടുവായൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ദ ഏർലിയസ്റ്റ് നെയിം ഓഫ് കൊടുവായൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കൊടുവായൂർ ഐക്യ നയന സംഘം രജിസ്റ്റേർഡ് ഇൻ 1912 അതിൻ്റെ എന്താണ് ഓൾഡസ്റ്റ് പേര് എന്താണ് കൊടുവായൂർ ഐക്യ നയന സംഘം ആണ്. രജിസ്റ്റേർഡ് ഇൻ 1912 സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ 1913 പരസ്പര സഹായി വിച്ച് വാസ് ദ ഏർലി മന്ത്ലി പബ്ലിഷ്ഡ് ബൈ മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ്. അതായത് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് അവരുടെ ആദ്യത്തെ ഒരു പബ്ലിക്കേഷൻ ആയിരുന്നു എന്ത് പരസ്പര സഹായി എന്നുള്ളത്. ഓക്കെ, 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടപ്പിലാക്കി. 49 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും ഒന്നിച്ചിരുന്നാണ് തിരുക്കൊച്ചിയാക്കി മാറ്റിയത്, നടപ്പിലാക്കി. അതിനനുസരിച്ച് 1951 10ാം നമ്പർ നിയമമായി ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് തിരുക്കൊച്ചിക്ക് വേണ്ടി നിലവിൽ വന്നു. കെയിം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്ട് ഓൺ 1/9/1952. 1956 നവംബർ 1 കേരള സംസ്ഥാന രൂപം കൊണ്ടപ്പോൾ കേരള സംസ്ഥാനത്ത് തന്നെ മലബാർ പ്രദേശത്ത് 1932 മദ്രാസ് സൊസൈറ്റി ആക്ടും തിരുക്കൊച്ചി പ്രദേശത്ത് 1952 ട്രാവൻകൂർ കൊച്ചിൻ സൊസൈറ്റീസ് ആക്ടും നിലനിന്നിരുന്നത്. ഇതോടെ കേരള സംസ്ഥാനത്ത് 2 നിയമം ഒഴിവാക്കുന്നതിന് വേണ്ടി കേരള സംസ്ഥാനമാകെ ഒരു ഏകീകൃത സഹകരണ നിയമം ആവശ്യമായി വന്നു. അങ്ങനെയാണ് ഇന്നത്തെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 നിലവിൽ വന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ 32 മലബാർ കോപ്പറേറ്റീവ് ആക്ടും പിന്നെന്താണ് 52 ട്രാവൻകൂർ കൊച്ചിൻ സൊസൈറ്റീസ് ആക്ടും കൂടി എന്താണ് ഒരു ക്ലാഷ് വന്നു കേരള സംസ്ഥാനം ഉണ്ടായപ്പോൾ. രണ്ടും ഒഴിവാക്കാൻ എന്താണ് രണ്ടും സംയോജിപ്പിച്ച് എന്താണ് 69 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണ് പിന്നീട് നിലവിൽ വന്നു എന്നുള്ളതാണ്. ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 formed as per the notification of 12th May 1969 and came into force on 15th May 1969. The related rules of this act came into force on 14th July 1969. ഓക്കെ, അതായത് ഈ ഒരു ആക്ട്
എന്നാണ് നോട്ടിഫൈ ചെയ്തത്? മെയ് 12, 1969. ഇതെന്നാ നിലവിൽ വരുന്നത്? മെയ് 15, 1969. ഇതിൻ്റെ റൂൾസ് വന്നത് ജൂലൈ 14, 1969. ഓക്കെ, ഇനി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും അതിൻ്റെ റൂളിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. 1969. ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഹാവ് ഇറ്റ്സ് ഓൺ ആക്ട്സ് ഓൺ കോപ്പറേഷൻ. എല്ലാ സംസ്ഥാനങ്ങൾക്കുന്നുണ്ട് അവരുടേതായുള്ള കോപ്പറേറ്റീവ് ആക്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓൾ ലോസ് ആർ റിട്ടൺ ഓൺ ദ ബേസിസ് ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ എല്ലാ നിയമങ്ങളും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ നമ്മുടെ 1904 1912 ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 15th May 1969 ആണ്. ഓക്കെ, ഇനി ആക്ട് നിലവിൽ വന്നത് 15 May 1969. എത്ര സെക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ 110 സെക്ഷൻ ഉണ്ട്, 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. സെക്ഷനായിട്ട് ബന്ധപ്പെട്ട് 3 പട്ടികകൾ കൂടി വിവിധ കാലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പട്ടിക എന്ന ഷെഡ്യൂൾ 1 എന്താണ്? ലിസ്റ്റ് ഓഫ് സൊസൈറ്റിയാണ്. എത്ര സൊസൈറ്റി ഉണ്ട് എന്നുള്ളത് ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇൻ വിച്ച് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഷാൽ ബി മെയ്ഡ് ഫ്രം എ സെലക്ടഡ് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫർണിഷ്ഡ് ബൈ PSC. ഷെഡ്യൂൾ 2 പറഞ്ഞത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. 7 പ്രിൻസിപ്പിൾസാണ് നിലവിലുള്ളത്. ഓപ്പണും എന്താണ് വോളണ്ടറി മെമ്പർഷിപ്പാണ്. പിന്നെ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോളാണ്. മെമ്പർ എക്കണോമി പാർട്ടിസിപ്പേഷനാണ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ആണ്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ ആണ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ്. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ്. ആദ്യം എന്താണ്? ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പാണ്. ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോളാണ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ആണ്. എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ ആണ്. പിന്നെ എന്താണ്? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ്. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ്. കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നമുക്കൊരു കൺസേൺ വേണം. പിന്നെ എന്താണ്? കോപ്പറേഷൻ സഹകരണം വേണം, എഡ്യൂക്കേഷൻ വേണം, ഓട്ടോണമി വേണം, സ്വയം ഭരണാവകാശം വേണം, എന്താണ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ സാമ്പത്തിക പാർട്ടിസിപ്പേഷൻ മെമ്പേഴ്സിൻ്റെ അടുത്ത് വേണം, ഡെമോക്രസി വേണം, പിന്നെ എന്താണ് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് വേണം. ഷെഡ്യൂൾ 3 എന്താണ്? ലിമിറ്റേഷൻ പീരീഡാണ്. ലിമിറ്റേഷൻ പീരീഡ് എന്താണ്? പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഫോർ ഫയലിംഗ് മോണിറ്ററി ഡിസ്പ്യൂട്ട് 3 വർഷമാണ്. റൂൾ എന്താണ്? അത് 14 ജൂലൈ 1969 റൂളുകൾ നിലവിൽ വരുന്നത്. 201 റൂളുകളാണുള്ളത്. 15 ചാപ്റ്റേഴ്സിലായിട്ടാണ് കിടക്കുന്നത്. റൂളായിട്ട് ബന്ധപ്പെട്ട് 3 അനുബന്ധം കൂടിയുണ്ട്. ഒന്ന് അപ്പൻഡിക്സ് 1, 2, 3 ആണ്. അപ്പൻഡിക്സ് 1 എന്താണ്? രജിസ്റ്ററുകൾ എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. സെൻട്രൽ കോപ്പറേറ്റീവ് യൂണിറ്റും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിറ്റ്സും. പിന്നെ എന്താണ്? അപ്പൻഡിക്സ് 2 ഫോമുകളാണ്. 39 ഫോമുകളാണുള്ളത്. പിന്നെ എന്താണ്? ക്ലാസിഫിക്കേഷൻ ആൻഡ് സ്റ്റാഫ് പാറ്റേൺ ആണ് അപ്പൻഡിക്സ് 3 വരുന്നത്. ഇനി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസിന് അമെൻമെൻറ്റ് നടന്നത് 1993 1993. ആസ് പെർ 7th Amendment 1993 ദ റൂൾസ് ഫ്രം 171 അതായത് 175 ആൻഡ് 171 to 175 ഡിലീറ്റ് ചെയ്തു ഈ അമെൻമെൻറ്റ് പ്രകാരം. ആൻഡ് അമെൻമെൻറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 28th January 1994. 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് കോപ്പറേഷൻ. അതായത് 97th നമ്മുടെ ഭരണഘടനാ അമെൻമെൻറ്റ് ഭേദഗതി വരുത്തിയതെന്നാണ് കോപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട. ലോക്സഭ അത് പാസ്സാക്കിയത് 2011 ഡിസംബർ 22 രാജ്യസഭ പാസ്സാക്കിയ 2011 ഡിസംബർ 28 അത് ശരിക്കും നിലവിൽ വന്നത് 2012 ഫെബ്രുവരി 15 അപ്പോൾ 2011 ഡിസംബർ 22 അത് ലോക്സഭയിൽ വന്നു. 2011 ഡിസംബർ 28 അത് രാജ്യസഭയിൽ വന്നു. 2012 ഫെബ്രുവരി 15 ഇത് അത് നിലവിൽ വന്നു എന്നുള്ളത്, കെയിം ഇൻ ടു ഫോഴ്സ് എന്നുള്ളതാണ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2013 അത് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിന് വിധേയമായി കേരളത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അമെൻമെൻറ്റ് 2013 നിലവിൽ വന്നു. ലെജിസ്ലേറ്റീവ് അസംബ്ലി 2013 ഫെബ്രുവരി 13 അത് കൊണ്ടുവന്നു. കെയിം ഇൻ ടു ഫോഴ്സ് ഫെബ്രുവരി 14 അത് നിലവിൽ വന്നത്. ഇറ്റ് എനാക്റ്റഡ് 64th year ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ 64th റിപ്പബ്ലിക് ദിനത്തിലാണിത് വരുന്നത്. കോപ്പറേഷൻ ഇൻക്ലൂഡ് 7th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ നമ്മുടെ ഭരണഘടനയിലെ 7th ഷെഡ്യൂളിലാണ് കോപ്പറേഷൻ ഉള്ളത്. ഒരുപാട് പോയിന്റുകൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കട്ടോ. ഒരുപാട് പോയിന്റുകൾ നമുക്ക് ലിമിറ്റഡ് ടൈം ആയതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. ഒരു ക്രാഷ് കോഴ്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ വേഗതയിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്നത് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, നമുക്ക് റിവിഷൻ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കുന്ന ആൾക്കാർക്ക്
നിങ്ങൾ ടൈം എടുത്തുന്നതാണ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അത് വീണ്ടും റെഫർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഭരണഘടനേൻ്റെ 7ാമത്തെ ഷെഡ്യൂളിലാണ് എന്ത് വരുന്നത്, കോർപ്പറേഷൻ വരുന്നത് എന്നുള്ളതാണ്. ഇനി കോപ്പറേറ്റീവ് എന്താണ് സൊസൈറ്റീസ് ആക്ട് 1969 പിന്നെ എന്താണ് 2023 അമെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആക്ട് നമ്പർ 9 ഓഫ് 2024 ആയിട്ടാണ് വന്നത്. Enacted in 74th year of Republic of India, dated on 7th June 2024. 2024 ഈ ജൂൺ 7-ാം തീയതിയാണ് ഇത് എന്താണ് മാറ്റങ്ങൾ വരുത്തിയത്. The bill was passed by the Legislative Assembly, received the assent of Governor on 26th day of April 2024. ഏപ്രിൽ 2024 ഗവർണർ ഇതിന് അനുവാദം കൊടുത്തത് ഈ ഒരു അമെൻമെൻറ്റ് 2023 വരുത്താനായിട്ട് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പോയിന്റുകളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നും കൂടി. നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആരാണ്? ഈ യൂണിയൻ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ നമുക്ക് കൊണ്ടുവന്നത് ജൂലൈ 6, 2021 ഇപ്പോൾ നിലവിൽ അമിത്ഷാ ആണ് ഹെഡ് ചെയ്തിരിക്കുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ എൻട്രി 32 ഓഫ് ദ സെക്കൻഡ് ലിസ്റ്റ് ഓഫ് 7th ഷെഡ്യൂൾ. അതായത് എൻട്രി 32 കോർപ്പറേഷൻ, സെക്കൻഡ് ലിസ്റ്റിലാണ് കോർപ്പറേഷൻ ഉള്ളത്. രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് സിറ്റിസൺ. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഒരു സിറ്റിസൻ്റെ പൗരാവകാശമാണ്. അല്ലെങ്കിൽ പൗരാവകാശമല്ല, എന്താണ് നമ്മുടെ മൗലിക അവകാശമാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 19th ഇയർ ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. നമ്മുടെ കേരളത്തിലെ കോപ്പറേറ്റീവ് നിയമം നിലവിൽ വരുന്നത് നമ്മുടെ 19ാമത്തെ റിപ്പബ്ലിക് ആയതിൻ്റെ 19ാമത്തെ വർഷത്തിലാണ്. പിന്നെ ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ആരാ? അത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. ദ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആരാണ്? അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നതിന് ശേഷം അത് ആദ്യത്തെ മിനിസ്റ്റർ ആരാണ്? അത് PR കുറുപ്പാണ്. ആദ്യത്തെ മിനിസ്റ്റർ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഈ ആക്ട് നിലവിൽ വരുന്ന 69 അതിനുശേഷം വന്ന ആദ്യത്തെ മിനിസ്റ്ററാണ് PR കുറുപ്പാണ്. ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതായത് ആരായിരുന്നു ആ കാലത്ത് ചീഫ് മിനിസ്റ്റർ? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ചീഫ് മിനിസ്റ്റർ, അതായത് ഈ ആക്ട് വരുമ്പോൾ ആരായിരുന്നു ചീഫ് മിനിസ്റ്റർ? നമ്മുടെ EMS നമ്പൂതിരിപ്പാടായിരുന്നു. ഫസ്റ്റ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1976 ഹു വാസ് ദ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഓഫ് ഇൻ കേരള? അത് ബേബി ജോൺ ആയിരുന്നു. ബേബി ജോൺ എന്ന് പറഞ്ഞ മന്ത്രി, ഷിബു ബേബി ജോൺ എന്ന് പറഞ്ഞ എന്തായിരുന്നു അടുത്ത കാലത്ത് വരെ മന്ത്രിയായിരുന്നു. അതായത് കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോണിൻ്റെ അച്ഛനായിരുന്ന ബേബി ജോൺ ആയിരുന്നു അന്നത്തെ കോപ്പറേറ്റീവ് മന്ത്രി. അതായത് 1976 ഫസ്റ്റ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ തുടങ്ങിയ സമയത്ത്. പിന്നെ പിണറായി വിജയൻ സെർവ്ഡ് ഇൻ ദ ഗവൺമെൻറ് ഓഫ് കേരള ആസ് മിനിസ്റ്റർ ഓഫ് ഇലക്ട്രിക് പവർ ആൻഡ് കോപ്പറേറ്റീവ് ഫ്രം 96 to 98. പിണറായി വിജയൻ ഇലക്ട്രിക് പവറിൻ്റെയും കോപ്പറേഷൻ്റെയും മന്ത്രിയായിട്ട് 96 മുതൽ 98 വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രസൻറ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള ആരാന്ന് വെച്ചാൽ ശ്രീ VN വാസവനാണ്. നിലവിൽ VN വാസവനാണ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആയിട്ടുള്ളത്. ഗവൺമെൻറ് സെക്രട്ടറി ഫോർ കോപ്പറേഷൻ ശ്രീമതി മിനി ആൻ്റണിയാണ്. ഗവൺമെൻറ് സെക്രട്ടറി കോപ്പറേഷൻ്റെ സെക്രട്ടറി ആരാണ്? മിനി ആൻ്റണിയാണ് IAS. പ്രസൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആരാണ്? TV സുഭാഷ് ആണ്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നത് TV സുഭാഷ് IAS ആണ്. പ്രസൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആരാണ്? ശ്രീമതി ഷെറിൻ MS ആണ്. അത് IAS ആണ്. ഫസ്റ്റ് വുമൺ കോപ്പറേറ്റീവ് മിനിസ്റ്റർ എന്ന് വെച്ചാൽ M കമലമാണ്. 82 മുതൽ 87 കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ നിലവിലെ കോപ്പറേറ്റീവ് മന്ത്രി വാസവനാണ്. കോപ്പറേറ്റീവ് സെക്രട്ടറി മിനി ആൻ്റണിയാണ്. രജിസ്ട്രാർ വരുന്നത് TV സുഭാഷ് ആണ്. പിന്നെ എന്താണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് MS ഷെറിനാണ്. TV സുഭാഷ് രജിസ്ട്രാറാണ്, മിനി ആൻ്റണി സെക്രട്ടറിയാണ്, കോപ്പറേറ്റീവ് മന്ത്രി വാസവനാണ്. പിന്നെ ഫസ്റ്റ് വുമൺ കോപ്പറേറ്റീവ് മിനിസ്റ്ററാണ് M കമലമാണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം സമഗ്രമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് കോപ്പറേറ്റീവ് ലെജിസ്ലേഷനായിട്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുക. ഓക്കെ, താങ്ക് യു.